3 into 2 minus 3 അല്ലേ? 3 into 2 6 minus 3 6 minus 3 3. x equal to y equal to 3 എന്ന് കിട്ടി. ശരിയല്ലേ? സോ നമ്മളെ ഫ്രാക്ഷൻ 2/3 ആണ്. പക്ഷെ കഴിഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ ശരിക്കും നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. കഴിഞ്ഞിട്ടില്ല. നമ്മളെ ഫ്രാക്ഷൻ 2/3 ആണ്. പക്ഷെ ഇതല്ല, നേരെ ടി മാർക്ക് ചെയ്യാൻ വരട്ടെ. നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ ശരിക്കും ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മൾ ഫ്രാക്ഷൻ 2/3 ആണ്. നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ വാട്ട് ഈസ് എ ഫ്രാക്ഷൻ, വിച്ച് ഫ്രാക്ഷൻ ഷോ റിസൾട്ട്സ് if 1 is subtracted from the numerator and 5 is added to the denominator. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത് ഇതിൻ്റെ കൂടെ മുകളിൽ 1 മൈനസ് ചെയ്യുന്നു, ന്യൂമറേറ്ററിൽ 1 മൈനസ് ചെയ്യുന്നു, ഡിനോമിനേറ്ററിൽ 5 ആഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ എന്ത് ഫ്രാക്ഷൻ കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. മുകളിൽ 1 മൈനസ് ചെയ്യുമ്പോൾ 1 കിട്ടി, താഴെ 5 ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടി. 1/8 ആണ് ആൻസർ. ദ റിസൾട്ടിങ് ഫ്രാക്ഷൻ വിൽ ബി 1/8. ഓപ്ഷൻ സി ആണ് ആൻസർ. സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. ഇത് CDS 2008 ആണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ഈ ക്വസ്റ്റ്യൻ നോക്കാം. എഗെയിൻ CDS 2008 ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ കുറെ ഇനീക്വാളിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ ഓപ്ഷൻ എ പറയുന്നത് -7/10 ലെസ് ദാൻ -2/3 ലെസ് ദാൻ -5/8 ആണ്. ഇവിടെ നിങ്ങൾ ഓരോ ഓപ്ഷനും 1 by 1 ആയിട്ട് ചെയ്ത് നോക്കേണ്ടി വരും. ഓരോ ഓപ്ഷനും 1 by 1 ആയിട്ട് ചെയ്യണം. നമുക്ക് ഓപ്ഷൻ എ വെച്ച് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓപ്ഷൻ എ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇതിലേതാണ് കറക്റ്റ് എന്നൊന്നും നമുക്കറിയില്ല. ഓപ്ഷൻ എ വെച്ച് തുടങ്ങാൻ പോവാണ്. അവിടെ -7/10 ചെയ്താൽ 0.7 ആണല്ലോ. -0.7 കിട്ടും അല്ലേ? -0.7 വരും. പിന്നെ -2/3 ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. 3/2 ചെയ്യണത് അറിയാമല്ലോ. അല്ല, 2/3 ആണ്. 2/3 0 പോയിന്റ് ഇടാ. ഇവിടെ 6 വന്നു, 18 വന്നു, 2 അഗെയിൻ 6 ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. -0.666 അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇനി അടുത്തത് -5/8 ആണ് അല്ലേ? -5/8 ആണ്. നമുക്കൊന്ന് ഡിവിഷൻ ചെയ്ത് നോക്കാം. 5/8 ഒന്ന് ചെയ്ത് നോക്കിയാലോ. 0.0 അല്ലേ? എന്ത് എഴുതണം? 6 എഴുതണം. 48 വന്നു, 2 വന്നു, 0 വന്നു, 2 വന്നു അല്ലേ? 16. ഇവിടെ 4 വന്നു. ശരിയല്ലേ? 0.65 ശരിയല്ലേ? ഒന്നുകൂടി ചെക്ക് ചെയ്യാം. അതെ, 0 മൈനസ് സൈൻ മറക്കണ്ട. -0.625 എന്ന് കിട്ടി. ശരിയാണോ? അതെ, നിങ്ങൾക്ക് നമ്പർ ലൈൻ ഒന്ന് വരച്ചു നോക്കി. നമ്പർ ലൈൻ നിങ്ങൾക്ക് ഫെമിലിയർ ആണല്ലോ. ഇതിന്റെ ഓർഡർ തന്നെയല്ലേ? ഈ ഓർഡർ തന്നെയല്ലേ വരാ. ഇവിടെ ആയിട്ട് 0 ഉണ്ട്, കുറെ അങ്ങോട്ട് നീക്കി വരയ്ക്കട്ടെ. ഇവിടെ -1 ഉണ്ട്, കുറെ കൂടി പുറകിലോട്ട് പോകുമ്പോൾ -2 വരും. ഇവിടെ 1 വരും. നമ്പർ ലൈനിൽ ചില നമ്പറുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. -0.7 ഇതിൽ ഏറ്റവും ചെറുത് ഏതാ? -0.7 എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ട് വരും. ഞാൻ ഇത് റഫായിട്ട് വരയ്ക്കാനാണ് കേട്ടോ. -0.7 ഇവിടെ ആയിട്ട് വരും. -1 കുറച്ച് അടുത്തായിട്ടാണത്. -0.666 അല്ലേ? അത് എവിടെ ആയിട്ട് വരും? ഇവിടെ ആയിട്ട് വരും. -0.6666 അല്ലേ? അതിന് അല്ലേ -0.7 കുറച്ച് റൈറ്റ് സൈഡിൽ വരുള്ളത്. പിന്നെ അടുത്തത് -0.625 അത് ഇവിടെ ആയിട്ട് വരും. നിങ്ങൾ ശരിയല്ലെന്ന് നോക്കിക്കോ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാൻ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്താൽ ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ ക്ലിയർലി ഓപ്ഷൻ എ കറക്റ്റ് ആണെന്ന് മനസ്സിലായി. സോ ഓപ്ഷൻ എ കറക്റ്റ് ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ചോയ്സ് നോക്കേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. അപ്പോൾ ഇത് CDS 2008 ആണ്. ഓക്കെ ആയല്ലോ നിങ്ങൾക്ക്? സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോയാലോ. ഇത് CDS 2009 ആണ്. Which one is the largest among the following? വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ആദ്യത്തത് ഞാൻ താഴേക്ക് എഴുതട്ടെ. ഫസ്റ്റ് വൺ ഈസ് ടെർമിനേറ്റിംഗ് ആണ്. 0.725 ആണ്. അത് അവിടെ സ്റ്റോപ്പായി. സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് എന്താണെന്ന് പറയുന്നത് 0.725 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. 5 അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം മനസ്സിലായി. ബാക്കിയുള്ളത് എഴുതാൻ വരട്ടെ. ഏറ്റവും വലുതല്ലേ? ഞാൻ എയും ബിയും നോക്കുമ്പോൾ വലുത് ഇതാണ്. എനേക്കാളും വലുതല്ലേ ബി വരുന്നത്?
ഓപ്ഷൻ എയിനേക്കാളും വലുതാണ് ഓപ്ഷൻ ബി. കാരണം ഇവിടെ 5-ൽ അവസാനിച്ച് ഇവിടെ 5 കഴിഞ്ഞിട്ട് വീണ്ടും 5 വരുന്നത് കൊണ്ട് ഓപ്ഷൻ എയിനേക്കാളും സ്വല്പം ലാർജർ ആണ് ഓപ്ഷൻ ബി. അപ്പൊ ലാർജർ ഐഡന്റിഫൈ ചെയ്ത് പൊക്കോ. ബി ആൻസർ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. എയും ബിയും കമ്പയർ ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ വലുത് ബി ആണ്. അപ്പൊ എ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി ഓപ്ഷൻ സി നോക്കാം. ഓപ്ഷൻ സി വരുന്നത് 0.725 ബാർ എന്നാണ് കാണുന്നത് അല്ലെ. 25 ബാർ എന്ന് പറഞ്ഞാൽ 25 അങ്ങനെ പോവാണ്. 0.725 അങ്ങനെ പോവാണ്. ബിയും സിയും നോക്കിയേ ആരാ വലുത്? ബിയും സിയും നോക്കുകയാണെങ്കിൽ ബി അല്ലേ വലുത്. കാരണം മനസ്സിലായോ? ഒന്ന് ശരിക്കും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയ ഡിജിറ്റ്. ഇവിടെ 7 ഓക്കെയാണ്, 2 ശരിയാണ്, 5 ശരിയാണ്. പക്ഷേ ഇവിടെ 5 വന്നപ്പോൾ ഇവിടെ 2 വന്നിട്ടുള്ളൂ. 725 ഓക്കെ മാച്ചിങ് ആണ്. പക്ഷെ ഇവിടെ 5 വന്നപ്പോൾ അതിനേക്കാൾ ചെറിയ ഡിജിറ്റ് 2 വന്നിരിക്കുക. അപ്പൊ ബിയും സിയും നോക്കുമ്പോൾ ബി ആണ് വലുത്. സിനേക്കാൾ സ്വല്പം കൂടുതൽ ആരാണ്? ബി ആണ്. അപ്പോ ബിയും സിയും കമ്പയർ ചെയ്തപ്പോൾ സി നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പൊ ഇതുവരെ നോക്കിയെടുത്തോളം ബി ആണ് ലാർജർ അല്ലെ. പക്ഷെ ഇനി ഒരാളും കൂടി ഉണ്ട്, ഡിയും കൂടി ഉണ്ട്, അതും കൂടി നോക്കാം. ഓപ്ഷൻ ഡി പറയുന്നത് 0.725 ബാർ എന്ന് പറഞ്ഞാൽ 725 അങ്ങനെ റിപ്പീറ്റഡ് ആണ്. അപ്പൊ ഞാൻ എഴുതട്ടെ 725 അങ്ങനെ. ബിയും ഡിയും ആണ് ചെക്ക് ചെയ്യണം കേട്ടോ. എയും സിയും നമ്മൾ നോക്കണില്ല. എയും സിയും അവോയ്ഡ് ചെയ്ത നമ്പറുകളാണ്. ഇത് നമ്മൾ ബിയും സിയും കമ്പയർ ചെയ്തിട്ട് ആരാണ് വലുത്? ബിയും ഡിയും നോക്കാം. ഇവിടെ 7, ഇവിടെയും 7, ഇവിടെ 2, ഇവിടെയും 2, 5 ഇവിടെ 5 വന്നപ്പോൾ ഇവിടെ 7 ആയി അല്ലേ. മനസ്സിലായോ? 725 സെയിം ആണ്. പക്ഷെ ഇവിടെ 5 വന്നപ്പോൾ ഇവിടെ 7 പോയിട്ടുണ്ട്. 5-നേക്കാളും വലുതാണല്ലോ 7. അപ്പൊ ബിനേക്കാളും വലുതാണ് ആര്? ഡി. ബിനേക്കാളും വലുതാണ് ഡി. അപ്പൊ ഇതിൽ ലാർജർ ആരാണ്? ഡി ആണ്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. സോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. ഇത് CDS 2010 ആണ്. ഇത് കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാനിവിടെ ആഡ് ചെയ്യുന്ന സ്റ്റെപ്പുകളും മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പുകളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയണില്ല. മെത്തേഡ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇത് കുറച്ച് ടഫാണ്. ഇത് 1.34 + 4.12 അല്ലേ. ഇത് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്കിത് ആഡ് ചെയ്യാം ഒരു അപ്രോക്സിമേഷൻ മെത്തേഡ് വഴി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഫ്രാക്ഷൻ ആക്കണം. ഫ്രാക്ഷൻ ആക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും, പറഞ്ഞുതരാം. അപ്പോൾ 1.34 നിങ്ങൾക്ക് P/Q ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. 4.12 P/Q ഫോമിൽ കൺവേർട്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ. നിങ്ങൾക്ക് അത് ടൈം എടുക്കുന്ന ഇതാണ് തോന്നുകയാണെങ്കിൽ അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണല്ലോ. x = 1.34 എഴുതി 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അങ്ങനെ ചെയ്യാം. അത് ടൈം എടുക്കും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ 1.34 1.34 അതുപോലെ അടുത്തത് 4.12 എന്നിട്ട് ആഡ് ചെയ്തിട്ട് ഏത് ഓപ്ഷൻ ആണെന്ന് നോക്കാം വേണമെങ്കിൽ. ഇപ്പൊ നോർമൽ മെത്തേഡിൽ ഞാൻ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വരും. അപ്പൊ 1.34 നമുക്ക് x അങ്ങനെ ഡിനോട്ട് ചെയ്യാം. 1.34 എക്സെട്ര. നിങ്ങൾക്ക് സ്റ്റെപ്പ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പോയിന്റ് കഴിഞ്ഞ് വരുന്ന ഡിജിറ്റ് റിപ്പീറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 3 എന്ന് പറഞ്ഞ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അത് ഉറപ്പ് വരുത്തുക. അങ്ങനെ വന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ വേറെ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ 3-4 എന്ന് പറഞ്ഞ 2 ഡിജിറ്റാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ. 3-4 അങ്ങനെ. 3-4 എന്ന് പറഞ്ഞ 2 ഡിജിറ്റാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 2 ഡിജിറ്റാണ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 3 ഡിജിറ്റാണ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ 1000 കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. മറക്കരുത്. ഇവിടെ 2 ഡിജിറ്റ് ആയതുകൊണ്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പോയിന്റ് 2 പൊസിഷൻ റൈറ്റിലോട്ട് നീങ്ങുമ്പോൾ 134.34 അങ്ങനെ പോകും. ഇവിടെ ഉണ്ടായിരുന്ന പോയിന്റ് 2 പൊസിഷൻ റൈറ്റിലോട്ട് നീങ്ങിയിട്ടുണ്ട്. പിന്നെ 34 അങ്ങനെ മൈനസ് ചെയ്യണം അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യുമ്പോൾ 100x - x എത്രയാണ്? 90x ആണ്. ശരിയല്ലെന്ന് നോക്കി. 100x - x എത്രയാണ്? 90x ആണ്. റൈറ്റ് സൈഡിൽ മൈനസ് ചെയ്യുമ്പോൾ 134 - 1 133 വരും. 0.34 എല്ലാം ക്യാൻസൽ ആയി പോകും. ഓക്കെ ആണല്ലോ.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എക്സിൻ്റെ വാല്യൂ 133 ഡിവൈഡഡ് ബൈ 90 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? 133 ഡിവൈഡ് ബൈ 90 എന്ന് കിട്ടും. ഇത് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക്, അല്ലേ? സാരല്ല, ഇതിങ്ങനെ ഇരിക്കട്ടെ. 133/90 അല്ലേ? ഇവിടം വരെ പറഞ്ഞത് ക്ലിയർ ആണല്ലോ, അല്ലേ നിങ്ങൾക്ക്? ഇനി അടുത്തത് 4.12. നമുക്ക് y എന്ന് എഴുതാം, എക്സ് വേണ്ട. 4.121212 അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെയും 2 ഡെസിമൽ 12 ആണ്. 2 ഡെസിമൽ പ്ലേസ് ആണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്, അല്ലെ? 2 ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോയിന്റ് 2 പൊസിഷൻ റൈറ്റിലോട്ട് നീങ്ങുമ്പോൾ 412.121212 അങ്ങനെ പോകും. മൈനസ് ചെയ്യുമ്പോൾ 90y അല്ലേ? ശരിയല്ലേ? നോക്കിയേ, 90y ആണ്. ഈ പ്രോബ്ലം ഞാൻ ആദ്യം മുതൽ ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, ഈ പ്രോബ്ലം ആദ്യം മുതൽ ഡിസ്കസ് ചെയ്യാണ്. വേണ്ട, ആദ്യം മുതൽ ഡിസ്കസ് ചെയ്യാണ്. എഡിറ്റ് ചെയ്താൽ മതി. ഈ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇത് CDS 2010 ആണ്. CDS 2010 ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 1.34 ബാർ പ്ലസ് 4.12 ബാർ? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ ഞാൻ മെത്തേഡ് പറഞ്ഞുതരാം. നമുക്കിതിനെ വേണമെങ്കിൽ രണ്ടുപേര് P/Q ഫോമിലോട്ട് ആക്കാം. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അല്ലേ? ഞാൻ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ രണ്ടുപേരെയും P/Q ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആഡ് ചെയ്താലും മതിയാവും, അല്ലേ? ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് x = 1.343434 എക്സിട്ര. അതായത് ആ 1.34 ബാറില്ലേ, നമുക്ക് അതിനെങ്ങനെ P/Q ഫോമിലോട്ട് ആക്കാം, അതാണ് പറയാൻ പോകുന്നത്. 1.343434 അങ്ങനെ പോവാണ്. പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്, അല്ലേ? ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ 2 ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ്. ഇപ്പൊ 2 ഡിജിറ്റ് ആണ്, അപ്പൊ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100x വരും. റൈറ്റ് സൈഡിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 134 പോയിന്റ് 2 പൊസിഷൻ റൈറ്റിലോട്ട് നീങ്ങിയിട്ട് 134.343434 അങ്ങനെ പോകും. ഇതുവരെ ക്ലിയർ ആയല്ലോ? ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്താണ് ഓൾറെഡി. ഇനി മൈനസ് ചെയ്യുമ്പോൾ 100x മൈനസ് എക്സ് വരും, അല്ലേ? 100x മൈനസ് എക്സ് എത്രയാണ്? 99x അല്ലേ? നോക്കിയേ, 100x മൈനസ് എക്സ് എത്രയാണ്? 99x ആണ്. ശരിയാണല്ലോ? അപ്പൊ റൈറ്റ് സൈഡിൽ എന്ത് വരും? 134 മൈനസ് 1 വരുമ്പോ 133 വരും, അല്ലെ? 0.34 വെട്ടിപ്പോകുമ്പോൾ 134 മൈനസ് 1 133 ആണ്. സോ നമുക്ക് എക്സ് എന്ത് വരും? 133/99. 133 ഡിവൈഡഡ് ബൈ 99 എന്ന് വരും. സോ എക്സ് കിട്ടി. അതായത് ഫസ്റ്റ് ഫ്രാക്ഷൻ നമുക്ക് കിട്ടി 133/99, അല്ലേ? 99 ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത നമ്പർ ഏതാണ്? 4.12 ആണ്, അല്ലേ? 4.12 ബാർ ആണ്. നമുക്ക് y എന്ന് ഡിനോട്ട് ചെയ്യുമ്പോൾ y = 4.121212 അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ശരിയാണല്ലോ? പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡെസിമൽ പ്ലേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 412.121212 അങ്ങനെ പോകും. സോ ഇവിടം വരെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ, അല്ലേ? ഇതിന്റെ ബാക്കി ഞാൻ ഈ സൈഡിൽ എഴുതാണ്. സോ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 100y മൈനസ് y ചെയ്താൽ 99y ആവും. 100y മൈനസ് y ചെയ്ത് കഴിഞ്ഞാൽ 99y ആവും. ശരിയാണല്ലോ? റൈറ്റ് സൈഡിൽ 412 മൈനസ് 4 വരും. അതെത്രയാ? 412 മൈനസ് 4 എത്രയാണ്? 408 അല്ലേ? നോക്കിയേ, 408 വരും. ശരിയല്ലേ? 412 മൈനസ് 4 ചെയ്താൽ 408 കിട്ടും. ഓക്കെ, അപ്പൊ y എന്ത് വരും? y 408 ഡിവൈഡഡ് ബൈ 99 എന്ന് വരും, അല്ലേ? ശരിയാണല്ലോ? നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? എക്സ് പ്ലസ് വൈ ആയതുകൊണ്ട് നമുക്കിത് വേണമെങ്കിൽ മുകളിലും താഴെയും ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാനൊക്കെ പറ്റും. എക്സ് പ്ലസ് വൈ ആണ് ക്വസ്റ്റ്യൻ, അല്ലേ? എക്സ് പ്ലസ് വൈ ആണ്.
133 divided by 99 plus 408 divided by 99 ചെയ്തു വരുമ്പോൾ എന്ത് വരും? 408ഉം 133 ആഡ് ചെയ്യണം. 541 അല്ലേ? 541 ഡിവൈഡഡ് ബൈ 99 എന്ന് കിട്ടും. 541 തന്നെയല്ലേ? നോക്കി ഒന്നുകൂടി നോക്കാം നമുക്ക്. അതെ, 541 ബൈ 99 കിട്ടും. അപ്പൊ ഇതൊന്ന് ഡിവിഷൻ ചെയ്ത് വരുമ്പോൾ ഇൻ കേസ് ഓപ്ഷൻ മാച്ച് ആയില്ലെങ്കിൽ നിങ്ങൾ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കണം ടിക്ക് ചെയ്യേണ്ടത് കേട്ടോ. അതായത് അപ്രോക്സിമേറ്റ്ലി എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വായിച്ചാൽ മതി. ഇൻ കേസ് ഓപ്ഷൻ മാച്ച് ആയില്ലെങ്കിൽ 541 ബൈ 99 നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യണമല്ലോ. 541 ബൈ 99 എന്ത് വരും? 5 വന്നാൽ ശരിയാവുമോ നോക്കിയേ. 5 into 9 45, 495 വരും. ശരിയല്ലേ? കറക്റ്റാണ് അല്ലേ? മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 6 വന്നു, ഇവിടെ 3 വന്നു അല്ലേ? ഇങ്ങനെ വരും. 46 അല്ലേ വരുന്നത് നോക്കിയേ. അതെ, പോയിന്റ് ഇടുമ്പോൾ അല്ലെ വേണ്ട, ഇങ്ങനെ എഴുതിയാൽ മതി 5. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് 546 ബൈ 99 ആണ്. ഓക്കെ, നോക്കണ്ട, ഇവിടെ ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ഓർ അതർവൈസ് ടേക്ക് ദ അപ്രോക്സിമേറ്റ് വാല്യൂ. 546 ബൈ 99 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സോ നിങ്ങൾക്ക് മെത്തേഡ് ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ? നെക്സ്റ്റ്, ഇത് CDS 2010 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമൽ? നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇവിടെ ഡിനോമിനേറ്റർ 11 വന്നു കഴിഞ്ഞാൽ, പ്രൈം നമ്പർ വന്നു കഴിഞ്ഞാൽ, ഡിനോമിനേറ്റർ പ്രൈം നമ്പർ വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും. റിപ്പീറ്റിംഗ് ആണ്. ഡിനോമിനേറ്റർ പ്രൈം നമ്പർ ലൈക്ക് 3, 7, 11 അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, എക്സാക്ട് പ്രൈം നമ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പ്രൈം നമ്പറിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് നോൺ ടെർമിനേറ്റിംഗ് ആണ്. അതിങ്ങനെ അവസാനിക്കില്ല. പോയിന്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കുറേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, സ്റ്റോപ്പ് ആവില്ല. അപ്പൊ ഈ പറഞ്ഞ ഓപ്ഷനിൽ 3/11, ബാക്കിയുള്ളൊന്നുമില്ല. ബാക്കിയുള്ളത് നോക്കേണ്ട സമയങ്ങളുണ്ട്, ആവശ്യമില്ലല്ലോ. അപ്പൊ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ്. സോ ഇത് CDS 2010 ആണ്. നെക്സ്റ്റ്, ഇത് CDS 2011 ആണ്. CDS 2011 ആണ്. അപ്പൊ ഇവിടെ 2.6 ബാർ മൈനസ് 1.9 ബാർ. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പൊ ഇത് സാധാ മെത്തേഡിൽ തന്നെ പറഞ്ഞുതരാം. നമുക്ക് ശ്രദ്ധിച്ചിരിക്കാം. 2.6 ബാർ അതിനെ നമുക്ക് P/Q ഫോമിൽ എഴുതാം. 1.9 ബാറിനെ വേണമെങ്കിൽ P/Q ഫോമിൽ എഴുതാം. ഓക്കെ, അത് നിങ്ങൾക്ക് സമയമെടുക്കും എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അപ്രോക്സിമേഷൻ വഴി ചെയ്യാം. അതായത് 2.6 ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2.6666 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 1.9 ബാർ എന്ന് പറഞ്ഞാൽ 1.999 പോയിക്കൊണ്ടിരിക്കും. നമുക്ക് P/Q ഫോമിലും എല്ലാം ചോയ്സ് ഉള്ളത് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. 2.666 ഇങ്ങനെ 6 ഇങ്ങനെ കുറേ തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരാണ് അല്ലേ? ഒരുപാട് 6 വേണ്ട. പിന്നെ 1.9999 ഇങ്ങനെ 9ഉം ഇങ്ങനെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു അപ്രോക്സിമേഷൻ മെത്തേഡാണ്. ഇപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ 7 വരും അല്ലേ? ശരിയല്ലേ? കറക്റ്റാണ്. അപ്പോൾ ഇവിടെ 5 ആണല്ലോ. ഇവിടെ 6 എഴുതേണ്ടി വരും. ഇവിടെ 5 ആണ് അല്ലേ? ശരിയല്ലേ? 6 6 6 0.6666 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ? ഇപ്പൊ തന്നെ ഒരു ഐഡിയ കിട്ടിക്കാണല്ലോ. ഇതിപ്പോ ഞാൻ 5 ഡിജിറ്റ് എഴുതിയത് കൊണ്ട് ഇത് 5ന് പകരം വല്ല 10 ഡിജിറ്റ് ആണെങ്കിൽ എന്താ വരുന്നതെന്ന് അറിയാമല്ലോ. 0.6666 ഒരു 10 പ്രാവശ്യമെങ്കിലും വരും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയല്ലോ ഏതാണ് ആൻസർ വരാൻ ചാൻസ്. 0.6666 ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് 0.6 ബാർ എന്ന് പറയാമല്ലോ അല്ലേ? ശരിയാണല്ലോ? അങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ കാൽക്കുലേഷൻ ചെക്ക് ചെയ്യാം. കറക്റ്റ് തന്നെയാണല്ലോ അല്ലേ? അതെ. സോ നമുക്ക് നെക്സ്റ്റ് അടുത്തിലോട്ട് പോവാം. ഇത് CDS 2011 ആണ്. CDS 2011 ആണ്. ഇത് ഭയങ്കര ലെങ്തി മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലെങ്തി ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ലാസ്റ്റ് പെൻഡിങ്ങിൽ വെക്കുക, എന്നിട്ട് ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഞാനൊരു മെത്തേഡ് പറഞ്ഞുതരാം. ഇതിപ്പോൾ മെത്തേഡ് പറഞ്ഞുതരാം ഞാൻ നിങ്ങൾക്ക്.
ഇതുണ്ടല്ലോ 1.2 ബാർ എന്നുള്ളത് ഓരോന്ന് നിങ്ങൾക്ക് എന്താ പറയുക P/Q ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അത് നിങ്ങൾക്ക് ടൈം പോകും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അപ്രോക്സിമേഷൻ മെത്തേഡ് ചെയ്യുക. അതായത് 1.2 ബാർ എന്ന് പറഞ്ഞാൽ 1.2222 ഓക്കെ, അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ. അതല്ലെങ്കിൽ ഞാൻ മെത്തേഡ് പറയുന്നുള്ളൂ, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലേ, ശരിയല്ലേ? ഞാൻ മെത്തേഡ് പറഞ്ഞുതരാം, എന്നിട്ട് ആൻസറും പറഞ്ഞുതരാം. ഇതിൻ്റെ ഫുൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ 1.2 ബാർ അല്ലേ, അതിനെ നിങ്ങൾക്ക് P/Q ഫോമിലാക്കാം. ഇത് നിങ്ങൾ ബാക്കിയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് ടൈം കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത് ഒരുപാട് ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇതിൻ്റെ മെത്തേഡ് പറഞ്ഞുതരാം നിങ്ങൾക്ക്. x = 1.2 ബാർ ആണ്. അപ്പോൾ 1.222 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ സിംഗിൾ ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ. അപ്പോൾ ഇവിടെ സിംഗിൾ ഡിജിറ്റ് ആണ്. 10x = എന്ത് വരും? പോയിന്റ് ഒരു പൊസിഷൻ റൈറ്റിലോട്ട് നീങ്ങിയിട്ട് 12.222 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പോയിന്റ് ഒരു പൊസിഷൻ റൈറ്റിലോട്ട് നീങ്ങും അല്ലേ. മൈനസ് ചെയ്യുമ്പോൾ 9x അല്ലേ. 10x - x ചെയ്താൽ 9x ആണല്ലോ. റൈറ്റ് സൈഡിൽ 12 - 1 ചെയ്താൽ 11 വരും. ശരിയാണല്ലോ, 11 വരും. അപ്പോൾ x = 11/9 എന്ന് കിട്ടും. ഇതേപോലെ സിമിലർലി 0.6 ബാറും ഇതേ മെത്തേഡ് ചെയ്യാം. ഞാൻ മെത്തേഡ് പറയുന്നുള്ളൂ. 0.6 ബാർ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ മൂന്നെണ്ണം P/Q ഫോമിലാക്കുന്നത് വരെ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഏത് ചോയ്സ് ആണ് വരുന്നത് നോക്കണം. അപ്പോൾ അടുത്തത് 5 പോയിന്റ്, ഞാൻ അതും പറഞ്ഞുതരാം. y എന്ന് ഡിനോട്ട് ചെയ്യുക അല്ലെ. 5.52622 ബാർ എന്ന് പറഞ്ഞാൽ 2 മാത്രം റിപ്പീറ്റ് ചെയ്യാണ് അല്ലെ. 2222 അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഒരുപാട് 2 വേണ്ട, ഒരു 3 2 എഴുതാം. മീനിങ് ദാറ്റ് 2 ഈസ് റിപ്പീറ്റിംഗ് അല്ലേ. 5.526 ഫിക്സഡ് ആണ്. പക്ഷെ 2 ബാർ എന്ന് പറഞ്ഞാൽ 222 ഇങ്ങനെ പോകും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. പോയിന്റ് കഴിഞ്ഞ് വരുന്ന ഡിജിറ്റ് എന്താണോ അത് റിപ്പീറ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ടാവണം. പക്ഷെ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 3 ഡിജിറ്റുകൾ ഫിക്സ്ഡ് ആയിട്ടിരിക്കുക. ആ 526 പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നേ ഇല്ല. അത് കഴിഞ്ഞ് വരുന്ന ആളായ 2 ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആദ്യം തന്നെ ഒരു കാര്യം ഉറപ്പുവരുത്തേണ്ടത് എന്താണ്? പോയിന്റ് കഴിഞ്ഞ് വരുന്ന ഡിജിറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പോയിന്റ് അല്ലെ. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പോയിന്റ് ഡിജിറ്റ് ഷുഡ് ബി റിപ്പീറ്റഡ്. പക്ഷെ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 5 റിപ്പീറ്റിംഗ് അല്ല, 26 റിപ്പീറ്റിംഗ് അല്ല. അത് കഴിഞ്ഞ് വരുന്ന ഡിജിറ്റായ 2 ആണ് റിപ്പീറ്റിംഗ്. നമുക്ക് പോയിന്റ് കഴിഞ്ഞ ഉടനെ തന്നെ റിപ്പീറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം, എന്നിട്ട് മതി ബാക്കി. അപ്പം അതുകൊണ്ട് ഈ പോയിന്റ് ഒരു 3 പൊസിഷൻ റൈറ്റിലോട്ട് നീങ്ങിയാൽ പിന്നെ പോയിന്റ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി റിപ്പീറ്റേഷൻ തുടങ്ങി അല്ലേ. ആദ്യം തന്നെ ആ പോയിന്റിന് നമുക്ക് 3 പൊസിഷൻ റൈറ്റിലോട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കാം. കാരണം പോയിന്റ് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പോയിന്റ് കഴിഞ്ഞ് വരുന്ന ഡിജിറ്റ് റിപ്പീറ്റേഷൻ തുടങ്ങിയല്ലോ. അപ്പം അങ്ങനെ ആക്കണം. പോയിന്റ് 3 പൊസിഷൻ റൈറ്റിലോട്ട് നീങ്ങണമെങ്കിൽ ഞാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു പൊസിഷനേ നീങ്ങുള്ളൂ. പിന്നെ നമുക്ക് ആദ്യം തന്നെ ഒരു 1000 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താലോ. പോയിന്റ് 3 പൊസിഷൻ റൈറ്റിലോട്ട് ജമ്പ് ചെയ്യുമ്പോൾ 5526 0.2222 അങ്ങനെ വരും. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് ഉടനെ തന്നെ റിപ്പീറ്റേഷൻ തുടങ്ങണം. അത് അങ്ങനെ തന്നെ ആക്കണം. ശരിയാണല്ലോ. ഇനി പഴയത് മറന്നുകളാം. ഇനി നമ്മൾ ഇതാണ് ഫോക്കസ് ചെയ്യുന്നത്. 1000y = 5526 5526.2222. ഈ 0.2222 കളയാനായിട്ട് നമുക്ക് ഒരു 2 ആണ് റിപ്പീറ്റിംഗ്, ഒരു ഡിജിറ്റേ റിപ്പീറ്റിംഗ് ഉള്ളൂ. അപ്പോൾ 2 സൈഡിൽ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു ഡിജിറ്റ് ആണ് റിപ്പീറ്റിംഗ്, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 ഡിജിറ്റ് ആണ് റിപ്പീറ്റിംഗ്, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 0.222 അല്ലേ. 2 ഒരു ഡിജിറ്റേ റിപ്പീറ്റിംഗ് ഉള്ളൂ, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 10,000y ലെഫ്റ്റ് സൈഡിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ റൈറ്റ് സൈഡിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 55262 പോയിന്റ് പിന്നെ വീണ്ടും 2222 അങ്ങനെ വരും. 10,000 മൈനസ് 1000 ചെയ്താൽ 9,000 അല്ല 9,000 അല്ലേ. ശരിയല്ലേ നോക്കിയേ, കറക്റ്റ് അല്ലേ നോക്കാം. അതെ കറക്റ്റാ, 9,000y. അപ്പോൾ ഇതൊന്ന് മൈനസ് ചെയ്യുക, കേട്ടല്ലോ. മൈനസ് ചെയ്യുക. ഞാൻ മെത്തേഡ് മാത്രമേ പറയുന്നുള്ളൂ. ദിസ് മൈനസ് ദിസ് ചെയ്യുക, അങ്ങനെ വൈയും കിട്ടും. പിന്നെ 0.6 ബാർ ചെയ്യുക, കേട്ടല്ലോ. 0.6 ബാർ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ z എന്ന് ഡിനോട്ട് ചെയ്യുക,
10 സെറ്റ് എടുക്കുക, അങ്ങനെ അതും ചെയ്യുക. അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവിഷൻ ചെയ്യണം. ഭയങ്കര ലെങ്തി മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡി ആയിരിക്കും ആൻസർ കിട്ടുക. സോ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ ഡി ആണ് ആൻസർ കിട്ടുക. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇത് ഒരു മിനിറ്റ്, നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 14. ഓക്കെ, ഇത് CDS 2012 ആണ്. CDS 2012 ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 0.242424 എക്സെട്ര? ഈ മോഡൽ പ്രോബ്ലം നമ്മൾ ഓൾറെഡി ചെയ്തതാണ് അല്ലേ. ഈ മോഡൽ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടത്? CDS 2012 ആണ്. സോ നമ്മൾ ആദ്യം തന്നെ ആ 0.242424 അല്ലേ, 0.242424 എക്സെട്ര 24 റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. പോയിന്റ് കഴിഞ്ഞ ഉടനെ തന്നെ റിപ്പീറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്ക് 2 ഡിജിറ്റ് ആണ് 24 എന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ് ആണ് റിപ്പീറ്റേഷൻ. അതുകൊണ്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 100x ഈക്വൽ ടു, അപ്പോൾ റൈറ്റ് സൈഡിലും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24.242424 അങ്ങനെ പോകും. 100x മൈനസ് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ 99x അല്ലേ വരുന്നത് നോക്കിയേ. ശരിയാണോ? 100x മൈനസ് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ 99x ആണ്. 24 മൈനസ് 0 24 വരും. ശരിയല്ലേ? ക്ലിയർ ആണ് അല്ലേ? അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും നമുക്ക്? അപ്പൊ x ഈക്വൽ 24/99 അല്ലേ. x ഈക്വൽ 24/99 എന്ന് കിട്ടും. 24/99 നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി മുകളിലും താഴെ ഒരു 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താലോ. 24/3 ചെയ്താൽ 8 വരും. 99/3 ചെയ്താൽ 33 വരും. വളരെ സിമ്പിൾ ആയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. 8/33 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. സോ ഈ പ്രോബ്ലം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ. ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇത് CDS 2013 ആണ്. റെപ്രസെന്റ് 0.2341 എക്സെട്ര ഇൻ ദ ഫോം P/Q. ഇതാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം അല്ലേ. 0.2341 മുകളിലാണ് ലൈൻ ഉള്ളത്. അപ്പൊ 341 ആണ് റിപ്പീറ്റിങ്, 2 റിപ്പീറ്റിംഗ് അല്ല. 0.2341 അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പോയിന്റ് കഴിഞ്ഞ് ഉടനെ തന്നെ വരുന്ന ഡിജിറ്റ് റിപ്പീറ്റ് ആവണം എന്നാണ് പറഞ്ഞത്. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന ഡിജിറ്റ് 2 ആണ്. അത് ഫിക്സഡ് ആണ്. പിന്നെ 2 റിപ്പീറ്റിംഗ് ആയിട്ട് കാണുന്നില്ല. പോയിന്റ് കഴിഞ്ഞ ഉടനെ റിപ്പീറ്റേഷൻ സ്റ്റാർട്ടിങ് ആവണം. അപ്പോൾ പോയിന്റ് ആദ്യം തന്നെ ഈ പോയിന്റിനെ ഒരു പൊസിഷൻ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചാൽ 3 വരുമല്ലോ. പോയിന്റ് കഴിഞ്ഞ് പിന്നെ 3 വരും. പിന്നെ ആ 3 വീണ്ടും വീണ്ടും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയിന്റിനെ ഒരു പൊസിഷൻ റൈറ്റിലോട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കാം. ഒരു പൊസിഷൻ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ 10x ഈക്വൽ ടു പോയിന്റ് ഒരു പൊസിഷൻ റൈറ്റിലോട്ട് പോകുമ്പോൾ 2.341 അങ്ങനെ പൊക്കോണ്ടിരിക്കും. മനസ്സിലായല്ലോ? പോയിന്റ് കഴിഞ്ഞ് വരുന്ന ഡിജിറ്റ് റിപ്പീറ്റിംഗ് ആണ്. 3 വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ.